ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി നമ്മുടെ ചാനലിൽ ട്രാവൽ റിലേറ്റഡ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ വെക്കേഷനാണ്, അപ്പോൾ പിള്ളേരായിട്ടൊന്ന് കറങ്ങാനിറങ്ങിയതാണ്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തൊടുപുഴയ്ക്ക് അടുത്തുള്ള തൊമ്മൻകുത്തിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ തൊമ്മൻകുത്തുണ്ട്, ആനച്ചാടിക്കുത്തുണ്ട്. അങ്ങനെ കുറച്ച് പറ്റാവുന്നത്ര സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. മാക്സിമം ഒരു 7 മണിയോടെ പരിപാടി നിർത്തണം. രാവിലെ 7:00 വീട്ടിൽ നിന്ന് പുറപ്പെട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സമയം ഇപ്പോൾ 6:30 ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. രാവിലെ മഴ അവസാനിച്ചിട്ടില്ല. ഇത്രയും മഴ പെയ്യുമ്പോൾ ചെറിയൊരു ഡൗട്ടായിരുന്നു രാവിലെ പോകാൻ പറ്റുമെന്ന്. പക്ഷേ നമ്മളിപ്പോൾ വെള്ളച്ചാട്ടം കാണാനാണല്ലോ പോകുന്നത്. അപ്പോൾ മഴ അതിൻ്റെ ഒരു വൈബ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ മൺസൂൺ സീസണിൽ മഴ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ തൊമ്മൻകുത്ത് ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടം കാണാൻ തന്നെ ഈ ഒരു മഴയത്ത് പ്ലാൻ ചെയ്തത്. നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഈ ഹോണ്ട സിറ്റി കാറിലാണ്, നേരത്തെയും പോലെ തന്നെ. ഇപ്പം മഴ ഇപ്പോൾ ചെറുതായിട്ട് അവസാനിച്ചിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ത്രൂ ഔട്ട് മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മൺസൂൺ കാലമാണ്. പിന്നെ ഈ തൊമ്മൻകുത്ത് ആനച്ചാടിക്കുത്തൊക്കെ പോകുന്ന ആൾക്കാർ ഉച്ചക്കലത്തേക്കുള്ള ഫുഡ്, അതായത് ലഞ്ച്, നമ്മൾ എന്തായാലും കയ്യിൽ കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ. ഒന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വല്ലതും നമുക്ക് അത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കാര്യം അവിടെ ലിമിറ്റഡ് ഓപ്ഷൻസ് ഉള്ളൂ ഫുഡിന്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മളെന്തായാലും വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുവാണ്. നമ്മളെല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. നമ്മളങ്ങനെ 1500 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത്. വീടിൻ്റെ അടുത്തുള്ള നയാര എന്ന് പറഞ്ഞ പെട്രോൾ പമ്പിൽ നിന്നാണ് പെട്രോൾ അടിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇനി 82 കിലോമീറ്റർ ഉണ്ട് നമുക്ക് തൊമ്മൻകുത്തിലേക്ക്. ആദ്യം തൊമ്മൻകുത്തിലേക്കാണ് പോകുന്നത്, അതിന് ശേഷമാണ് നമ്മൾ ആനച്ചാടിക്കുത്തിലേക്ക് പോകുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു. സമയം 7 മണി കഴിഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ 82 കിലോമീറ്റർ യാത്ര ചെയ്ത് നോർത്ത് പറവൂരിൽ നിന്ന് തൊമ്മൻകുത്തിലെത്തി. അപ്പോൾ ഞാൻ വന്നത് മൂവാറ്റുപുഴ വഴിയാണ്. നമുക്ക് ഈസിയസ്റ്റ് വേ 80 കിലോമീറ്റർ എന്ന് പറഞ്ഞ് കോതമംഗലം വഴി കാണിക്കുന്നുണ്ട്. പക്ഷേ പല ആൾക്കാരും പറഞ്ഞത് ആ വഴി അത്ര നല്ലതല്ല, അതുകൊണ്ട് മൂവാറ്റുപുഴ വഴി വരുന്നതാണ് ബെറ്റർ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മൂവാറ്റുപുഴ വഴി വന്നത്. അപ്പോൾ ഞാൻ വന്നതൊരു വീക്ക് ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വണ്ടി തിരക്കൊന്നും അങ്ങനെ അധികം കാണുന്നില്ല. എനിക്ക് തോന്നുന്നു വെക്കേഷൻ തുടങ്ങിയ സമയത്താണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവേണ്ട സമയമാണിപ്പോൾ. പക്ഷേ ഇപ്പോൾ നമ്മൾ മൺസൂൺ ആയല്ലോ, അപ്പോൾ അതിൻ്റെ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ ഷോപ്പുകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 10:30 അപ്പോൾ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിടാം, ഏതെങ്കിലും ഒരു സൈഡ് വെച്ചിട്ട് ഒതുക്കിയിട്ടാൽ മതി. അപ്പോൾ ഇതാണ് തൊമ്മൻകുത്തിൻ്റെ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു കുരിശ് ഒക്കെ വെച്ചൊരു കപ്പേള കാണാം. റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു അമ്പലം കാണാം. ബാക്കി ഷോപ്പുകളൊക്കെ എനിക്ക് തോന്നുന്നു തുറന്നു വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. കാര്യം സമയം 10:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും അകത്തേക്ക് കയറട്ടെ. വണ്ടി ഇവിടെ നല്ല ചേർത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തൊമ്മൻകുത്ത് വാട്ടർഫാൾസ് വരുന്നത് കാളിയാർ ഫോറസ്റ്റ് റേഞ്ചിലാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു മദ്യനിരോധിത മേഖലയാണ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കരുത്, അങ്ങനെ പല സംഭവങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ വായിച്ചു നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഗൈഡിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാം.
അപ്പോൾ ഇതാണ് തൊമ്മൻകുത്ത് എക്കോ ടൂറിസത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. മുതിർന്ന ആൾക്ക് 40 രൂപയാണ് ഒരാൾക്ക് വരുന്നത്, 40 രൂപയാണ്. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ 20 രൂപയാണ് വരുന്നത്. അപ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ക്യാമറയ്ക്ക് 200 രൂപയാണ്. അതുപോലെ ഷൂട്ടിങ്ങും അതുപോലെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാർജുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ട്രക്കിങ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ പറഞ്ഞതാണ് ട്രക്കിങ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇനി രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ മൺസൂൺ ആയതുകൊണ്ട് ട്രക്കിങ് അത്ര പോസിബിൾ അല്ല. അതുകൊണ്ടാണ് മൺസൂൺ ടൈമിൽ ട്രക്കിങ് എപ്പോഴും ഉണ്ടാവാറില്ലെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ടോയ്ലറ്റ് ഉണ്ട്, ഇത് ഫ്രീ ആണ്. നമ്മൾ ഈ എൻട്രൻസ് ഫീ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും ഫീ ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ അകത്തിരുന്ന് കഴിക്കാം, പക്ഷേ വേസ്റ്റൊന്നും ഈ ഭാഗത്തൊന്നും ഇടരുത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫസ്റ്റ് ഗൈഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ ഫസ്റ്റ് ഗൈഡ് പോയിന്റിൽ ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും സേഫ്. അപ്പോൾ ഇവിടെ ഒരു ഗൈഡ് ഉണ്ട്, അവർ സഹായിക്കും, നല്ല രീതിയിൽ തന്നെ അവർ ഹെൽപ്പ് ചെയ്യും. അത്യധികം മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ ഇത്, നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഗൈഡൊക്കെ നല്ല രീതിയിൽ നല്ല സഹകരണമാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ ആയിട്ട് കയ്യിലൊക്കെ പിടിച്ചവർ വെള്ളത്തിലിറക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഒന്നും അവരുള്ളതുകൊണ്ട് നമുക്ക് സേഫാണ്. കുറച്ച് നമുക്ക് അറിയാം എവിടെയൊക്കെയാണ് കുഴികളുള്ളത്, അങ്ങനെ എല്ലാം നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഗൈഡുകളും നല്ല സഹകരണമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കുറേ ഫോട്ടോസ് എടുത്തു, കുറേ വീഡിയോസ് എടുത്തു. നല്ല ഭംഗിയുള്ള പ്ലേസാണ് ഈ ഫസ്റ്റ് ഗൈഡ് പോയിൻ്റ് എന്ന് പറയുന്നത്.
ചാച്ചൻ എന്ത് ചെയ്യേ? അച്ചു അച്ചു പയ്യെ പയ്യെ. എൻ്റെ കയ്യിൽ തരുമോ? കാറിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുമോ? നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടാമത്തെ ഗാർഡ് പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ ഒരു ഗാർഡ് ഉണ്ടാവും. അപ്പോൾ ആദ്യം ഒരു ലേഡി ഗാർഡ് ഉണ്ടായിരുന്നു, അതിനുശേഷം ഇവിടെ ഒരു മെയിൽ ഗാർഡാണുള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇവിടെ ഇറങ്ങി കുളിക്കാം, വലിയ ആഴമൊന്നുമില്ല. എന്നാലും ഞാനീ പറയുന്നത് മൺസൂൺ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല മൺസൂൺ കാലത്തൊന്നും ഇവിടെ ഇറങ്ങി കുളിക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. ഒരുപാട് ആളുകൾ മരിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മൾ ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. അവർ നമ്മളെ സഹായിക്കും. കുളിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ കയറി പോകണമെങ്കിൽ അവർ പറയും. അപ്പോൾ അവർ പറയുമ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുക. നിങ്ങളൊരു പക്ഷേ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഈ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടാവും. പുള്ളി ഇതിൻ്റെ എൻട്രൻസ് പോലും നമ്മളോടൊപ്പം ഉണ്ട്. ഫുള്ളിങ്ങനെ നമ്മുടെ പുറകെ തന്നെ നടക്കുവാണ്. ഇവിടെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഏതൊരു ഗാർഡിൻ്റെ ഡോഗാണെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പുള്ളി ഫുൾ ടൈം നമ്മുടെ ഒപ്പം ഉണ്ട്. യാതൊരുവിധ ഉപദ്രവവും ഇല്ല. ആൾ ഭയങ്കര കാമാണ്. നമ്മളങ്ങനെ രണ്ടാമത്തെ ഈ ഗേറ്റ് പോയിന്റിലാണ് കുളിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് കുളിക്കാൻ പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നിരുന്നത്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ കുളിക്കുന്നുണ്ട്. കാര്യമായിട്ട് ആഴം ഇല്ലാത്തൊരു സ്ഥലം നോക്കിയാണ് നമ്മളിപ്പോൾ കുളിക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇറങ്ങുക കേട്ടോ. ഞാൻ ഒരിക്കൽ കൂടി പറയുവാണ്. കാര്യം ഇവിടെ ഒരുപാട് കുഴികൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ നല്ല പണിയാവും. അപ്പോൾ മൺസൂൺ ഇപ്പോൾ കൂടി വരുന്ന ടൈമാണ്. അപ്പോൾ നല്ല രീതിയിൽ മഴയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അതനുസരിച്ച് തന്നെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും. അതുകൊണ്ട് ഇതുപോലെ വെള്ളം കാര്യമായി ഇല്ലാതിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം നോക്കിയിട്ട് കുളിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അങ്ങോട്ട് 3-4 പോയിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞങ്ങളെന്തായാലും ഇവിടെ തന്നെ കുളിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്.
നമ്മൾ അവിടെ അങ്ങനെ 3 മണിക്കൂർ കണ്ടിന്യൂസ് കുളിച്ചത് 3 മിനിറ്റ് ആയിട്ടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇനിയും ഉണ്ട് പോയിന്റുകൾ. ഇനിയിപ്പോൾ 3ാമത്തെ സെക്യൂരിറ്റി പോയിന്റ് ഉണ്ട്, 4ാമത്തെ സെക്യൂരിറ്റി പോയിന്റ് ഉണ്ട്, അങ്ങനെ ഉണ്ട്. നമുക്കതെല്ലാം പോയി നോക്കാം, പോകുമ്പോൾ പറയാം. അങ്ങോട്ടുണ്ട്, അത് കയറാൻ പറ്റില്ല. അവിടെ നിന്ന് നമ്മളിപ്പോൾ നടന്നെത്തിയിരിക്കുന്നത് 3ാമത്തെ ഗാർഡ് പോയിന്റിലാണ് കേട്ടോ. ഇവിടെയും കുളിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയൊന്നും ആരും ഇറങ്ങിയിട്ടില്ല. ഇവിടെ ഈ ഭാഗത്തേക്കൊന്നും അങ്ങനെ ആൾക്കാർ എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ രാവിലെ വന്നതാണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുന്നില്ല, നമ്മളിവിടെ നേരെ അടുത്ത പോയിന്റിലേക്ക് പോകാം. ഫോറസ്റ്റ് ആണ് അങ്ങോട്ട്. നമ്മളങ്ങനെ അവസാനത്തെ ഗാർഡ് പോയിന്റിലെത്തി. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് നമുക്കൊരു യാത്ര ഇപ്പോൾ എന്തായാലും സാധ്യമല്ല. സെപ്റ്റംബറിന് ശേഷം ഇവിടുന്ന് മുകളിലേക്ക് ട്രക്കിങ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ മൺസൂൺ സീസണിൽ എന്തായാലും ട്രക്കിംഗ് ഇല്ല. അപ്പോൾ ഇവിടെ വെച്ച് റോഡ് ക്ലോസ്ഡ് ആണ്. ഇതിന് മുകളിലേക്ക് വൈൽഡ് ആനിമൽസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ട്രക്കിങ്ങിൻ്റെ ആ ഒരു ടീമിനോടൊപ്പം മാത്രം പോയാൽ മാത്രമേ നമുക്ക് സേഫ്റ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ചിട്ട് ഇത് സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ നമ്മളിനി തിരിച്ച് അവിടെ നിന്ന് എൻട്രൻസിലേക്ക് തിരിച്ചു വരുവാണ്. നമ്മളങ്ങനെ തിരിച്ച് മെയിൻ എൻട്രൻസിലെത്തിയിട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 2:30 നമ്മളിതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കുറച്ച് ലിമിറ്റഡ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് നല്ല പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയുള്ള പൊതിച്ചോറ് വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ ഈ പാറയുടെ മുകളിലിരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നല്ല വൈബാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാട്ടിലിരുന്നുകൊണ്ട് ഒരു പാറയുടെ മുകളിലൊക്കെ ഇരുന്നുകൊണ്ട് പൊതിച്ചോറിന് കഴിക്കുക എന്നുള്ളത് നല്ല വൈബാണ്. ഇവിടെ കുരങ്ങന്മാരും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നമ്മൾ അതിരമ്പള്ളി വാഴച്ചാലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനേ പറ്റില്ല. വണ്ടിയുടെ അകത്തുനിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പറ്റില്ല. നിറച്ച് കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ കഴിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുരങ്ങന്മാരുടെ ശല്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്.
നമ്മളങ്ങനെ തൊമ്മൻകുത്തിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് 1 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ ആനച്ചാടിക്കുത്തെത്തി. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പാർക്കിംഗ് എന്ന് പറയുന്നത് ഓരോ വീടുകളിൽ അവർ തന്നെ അറേഞ്ച് ചെയ്തേക്കുന്ന പാർക്കിംഗ് ആണ്. അപ്പോൾ ഒരു വണ്ടിക്ക് 50 രൂപയാണ് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചത്. പ്രത്യേകിച്ച് അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ പാർക്കിംഗ് ഒന്നുമില്ല, ഇവിടുത്തെ വീടുകളിലുള്ള നാട്ടുകാരുടെ പാർക്കിംഗ് ആണുള്ളത്. ഇവിടെ തൊമ്മൻകുത്ത് പോലെ ഒന്നുമല്ല കേട്ടോ, നിറച്ച് വണ്ടികളാണ്. പോരാഞ്ഞിട്ട് അത്യാവശ്യം മഴയുണ്ട് ഇപ്പോൾ. അങ്ങനെ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തൊരു ഇടവഴി കൂടി നടക്കുവാണ് കേട്ടോ. ഇതൊരു കാടിൻ്റെ ഫീലൊന്നുമില്ല, ഒരു റബ്ബർ തോട്ടം, റബ്ബർ കുടി അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതുപോലൊരു വഴി കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കോഴികളുണ്ട്, അതുപോലെ താറാവുണ്ട്, ആടുകളുണ്ട്. അങ്ങനെ ഒരു നാട്ടിൻപുറം ആ ഒരു ഫീലിൽ എടുത്താൽ മതി. കുറച്ച് നടക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കട്ടെ, നടന്നു നോക്കട്ടെ. താറാവൊക്കെ വന്നിട്ടൊക്കെ പിടിച്ച് കുത്തുന്നു. നടക്കുമ്പോഴു നടക്കുന്നു. നടന്നോ, ഞാൻ ഫ്രണ്ട് ബാക്കിലുണ്ട്. അവരൊക്കെ പോയി, ഇങ്ങോട്ട് വാ. പിന്നെ ഇവിടെയൊക്കെ കൃത്യമായിട്ട് വെള്ളച്ചാട്ടം ഇതുവഴി എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബോർഡൊക്കെ മുറിഞ്ഞു പോയി. പല മരങ്ങളിലും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് ബോർഡ്, ഇതുവഴി പോവുക ഇതുവഴി പോവുക എന്ന് പറഞ്ഞു. പോട്ടെ 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 പോട്ടെ. വാ വാ വാ, കളിച്ചോണ്ടിരിക്കാൻ സമയമില്ല, വാ പോവാ, വാ ഒന്ന്. അങ്ങനെ റബ്ബർ തോട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മലയായിട്ടാ. അപ്പോൾ മല കയറേണ്ടത് ഇതിൻ്റെ സൈഡിൽ കൂടിയാണ്. കുറച്ച് ഏജായുള്ള ആൾക്കാർക്കൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് കണ്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കടന്നോ. കയറ്, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെ കയറണ്ടേന്ന്. ആ കല്ലുമ്മ ചവിട്ട്, ആ കല്ലുമ്മ ചവിട്ട്, ടോപ്പിലെ കല്ലുമ്മ ചവിട്ട്, ആ കല്ലുമ്മ ചവിട്ട്, ആ കല്ലുമ്മ ചവിട്ട്. ഇടച്ചു സൂക്ഷിച്ച് വെക്കട്ടാ, അങ്ങോട്ട് കൂടെ ഒക്കെ പോയല്ലേ. Where are we going? കുറച്ച് കുത്തനെയുള്ള മലയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഏജായ ആൾക്കാരൊക്കെ ആണെങ്കിൽ പയ്യെ പയ്യെ കയറിയാൽ മതി. കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പയ്യെ പയ്യെ കയറിയാൽ മതി. അപ്പോൾ അവിടെ നിന്ന് കയറിയാൽ മതി. ഒറ്റയടിക്ക് അങ്ങനെ പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ട് ഓരോ കാര്യങ്ങളൊക്കെ വരും. മല കയറും നമ്മൾ കേട്ടാ. ഇനി നിക്ക് റെസ്റ്റ് എടുത്തിട്ട് തെന്നരുത്.
അങ്ങനെ നമ്മൾ ഫൈനലി ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലെത്തിട്ടോ. ആനച്ചാടിക്കുത്തെന്നും പറയും, ആനയാടിക്കുത്തെന്നും പറയും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറാനും പറ്റും. നമ്മൾ അപ്പുറത്ത് കൂടി ഒരു വഴിയും കൂടി ഉണ്ട്. ആ വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. മുമ്പ് ഇതിൻ്റെ മുകളിൽ 2 ആനകൾ കൊമ്പ് കോർത്തിട്ട് ഒരു ആന താഴെ വീണ് ചെരിഞ്ഞു. അങ്ങനെയാണ് ഈ ഒരു പേര് വന്നതെന്നാണ് പറയുന്നത്. അത്യാവശ്യം ഭംഗിയുള്ള സ്ഥലമാണ്. ശരിക്കും ഇതൊരു സ്വിമ്മിംഗ് പൂള് പോലെയാണ്. ആഴമൊന്നുമില്ല, എല്ലാവർക്കും ഇറങ്ങി കുളിക്കാം. ശരിക്കും ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വീക്ക് ഡേ ആണ് കേട്ടോ. വീക്കെൻഡ് അല്ല, വീക്ക് ഡേ ആണ്. എന്നിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേക്കും തിരക്ക് കുറയുന്നതാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നുമില്ല. നമ്മൾ ആ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി കുറേ വീടുകളിൽ മുമ്പിലാണല്ലോ നമ്മൾ വണ്ടി ഇടുന്നത്. അപ്പോൾ അവർക്ക് ഒരു പാർക്കിംഗ് ചാർജ് കൊടുക്കണം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ടിക്കറ്റൊന്നുമില്ല. നമ്മുടെ തൊമ്മൻകുത്തിലെ പോലെയൊന്നും ടിക്കറ്റൊന്നുമില്ല. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ വെള്ളച്ചാട്ടം മാത്രമല്ല, അപ്പുറത്ത് മലയുണ്ട്, വേണമെങ്കിൽ ഈ മല കയറാം, ട്രക്കിങ് എല്ലാം രസമാണ്. പക്ഷെ ഒരുപാട് തിരക്കുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. എന്നാലും സൺഡേ സാറ്റർഡേ ഒക്കെ വരുവാണെങ്കിൽ നല്ല റഷായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൺസൂണാണ്, അതുകൊണ്ട് ചെറിയ മഴയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ വെള്ളമുള്ളത്. ഇപ്പം നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ, മെയ് മാസത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ വരുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വെള്ളം ഉണ്ടാവാൻ ചാൻസ് തീരെ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ മഴയുള്ളത് കൊണ്ട് വെള്ളമുണ്ട്, നല്ല രസമാണ്. എല്ലാവർക്കും അടിച്ചു പൊളിച്ച് കുളിക്കാം. എന്തായാലും വർത്താണ്. കുളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നുള്ളൂ, അത് വർത്താണ്. അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ സ്നാക്സിൻ്റെയൊക്കെ ഒരു കടയുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡ്രസ്സിങ് റൂമുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞത് 10 രൂപയാണ്. അപ്പോൾ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾക്കായാലും ഈസി ആയിട്ട് ഇവിടെ വന്ന് കുളിക്കാൻ പറ്റുന്നതാണ്. സമയം ഇപ്പോൾ 6 മണി കേട്ടോ. ഇവിടെ അത്യാവശ്യം തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കുളിയൊക്കെ നിർത്തി. ഇന്ന് രാവിലെ തുടങ്ങിയ കുളിയാണ്. കുളിച്ച് മതിയായി. കുളിയൊക്കെ നിർത്തി. ഇനിയിപ്പോൾ കുറച്ച് നേരം നമ്മൾ മല കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കയറി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം. ഒരു 7 മണിക്ക് തിരിച്ചു പോകാനാണ് പ്ലാൻ. ലൈറ്റൊക്കെ ഡിമ്മായി തുടങ്ങി. അപ്പോൾ ഈ മല എന്ന് പറഞ്ഞാൽ നല്ല കുത്തനെയുള്ള മലയാണ് കേട്ടോ. നല്ല രസമാണ്. പക്ഷേ
അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മല കയറാം, അതുപോലെ തന്നെ വെള്ളത്തിൽ കുളിക്കാം, അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു പ്രദേശമാണ് ശരിക്കും. Come with my daddy to you one low to the further down to get your book to the to the bomb from LA, the weather of the line and to the head of sun and the first of all play to the bubbling over to the revolving mind. I love my day, I love my fun, I love my school, I love my home, I love my India country, I love my everything, I love my choice, I love my. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ഫ്രൈഡേ 4 മണിക്ക് കാണാം. അതുവരെയും ട്രാവൽ ആൻഡ് ആർട്ട് സൈനിങ് ഓഫ് അരുൺ ആൻഡ് Advika and Adityan.